ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി നഗരം സുരക്ഷിതമാണോ? സുരക്ഷിതമല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ കാണാതായവരുടെ എണ്ണം ആശങ്കാജനകമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. 2026 ആദ്യത്തെ 27 ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 807 പേരെയാണ് ഡൽഹിയിൽ നിന്ന് കാണാതായിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് തലസ്ഥാനത്ത് പ്രതിദിനം ശരാശരി 27 പേരെ കാണാതാവുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കാണാതായവരിൽ 137 നിരപരാധികളായ കുട്ടികളും ഉൾപ്പെടുന്നു. അവരുടെ സൂചനകൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഡൽഹി പോലീസ് ഈ വിഷയത്തിൽ തുടർച്ചയായി അന്വേഷണം നടത്തുകയും 807 പേരിൽ 235 പേരെ ഇതുവരെ കണ്ടെത്തുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും 538 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പോലീസ് പ്രതിദിനം ശരാശരി 9 പേരെ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ കാണാതായവരുടെ എണ്ണം വളരെ കൂടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിപ്നെറ്റ് പോലുള്ള പോലീസ് ഡാറ്റാബേസ് സിസ്റ്റങ്ങളിൽ നിന്നുള്ള സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നത് ഈ പ്രശ്നം വർഷങ്ങളായി തുടരുന്നു എന്നുള്ളതാണ്. സ്ത്രീകളും കൗമാരക്കാരുമാണ് ഏറ്റവും കൂടുതൽ കാണാതാകുന്ന ആളുകളുടെ കൂട്ടം. 2026 ആദ്യ 27 ദിവസങ്ങളിൽ 616 മുതിർന്നവരെയാണ് കാണാതായത്. അത് 181 പേരെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. 435 മുതിർന്നവരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. അതുപോലെ 191 പ്രായപൂർത്തിയാകാത്തവരുടെ കാര്യത്തിൽ പോലീസിന് 48 കുട്ടികളെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേസമയം 137 പ്രായപൂർത്തിയാകാത്തവർ ഇപ്പോഴും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അകലെയാണ് എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 11 വർഷത്തിനിടെ 60,000 കുട്ടികളെയാണ് ഡൽഹിയിൽ നിന്ന് കാണാതായത് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തലസ്ഥാനത്ത് 5559 കുട്ടികളെ 11 വർഷത്തിനിടെ കാണാതായി. ഇതിൽ 695 കുട്ടികൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. 2016-നും 2026-നും ഇടയിലുള്ള ഡാറ്റ പരിശോധിച്ചാൽ ആകെ 60,694 കുട്ടികളെ കാണാതായി. അതിൽ 53,763 കുട്ടികളെ കണ്ടെത്തി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഏകദേശം 11%, അതായത് 6,931 കുട്ടികളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.